ഹായ് എവരിവൺ, എൻ്റെ പേര് നാജിദ ഷറഫ്. ഞാൻ ലേൺ വൈസിന്റെ എക്കണോമിക്സ് ഫാക്കൽറ്റി ആണ്. സോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോനകത്ത് എന്താണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്, എത്ര ബ്ലോക്സ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ ഒരു വീഡിയോ തൊട്ട് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് ആണ്. അതിനകത്ത് 3 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി, യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കോണമി. ഈ ഒരു യൂണിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത്. യൂണിറ്റ് 1 കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെയിൻലി ദ പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് ദ എക്കോണമി, കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക് എൻറ്റിറ്റീസ്, കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, allocation of resources, the methods of resource allocation in a market economy, the basic concepts and methodology of economics, the nature of economic laws, the analytical concepts. ഇങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ്ലി തന്നെ എന്താണ് എക്കണോമിക്സ്? ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. എക്കണോമിക്സിന് പല എക്കോണമിസ്റ്റ് പല ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സ്കേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. സ്കേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ക്ഷാമം. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് കാണും, പക്ഷെ അതിന് വേണ്ടിയുള്ള റിസോഴ്സസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ മണി. എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം കാണും. നമ്മുടെ കയ്യിൽ എന്താണ്? മണി എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ഇല്ല. ആ ഒരു അവസ്ഥയാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റിയുടെ ബേസിൽ എക്കണോമിക്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എക്കോണമി സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എക്കോണമിയിലെ ഡിഫറെന്റ് യൂണിറ്റ്സ് ബിഹേവ് ചെയ്യുന്നത്? എക്സാമ്പിൾ ഹൗസ് ഹോൾഡ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഫേം എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഗവൺമെന്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എക്കോണമി തന്നെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് എക്കണോമിക് യൂണിറ്റ്സ് ആയ എക്കോണമി, ഇൻഡിവിജ്വൽസ്, ഫേംസ്, ഗവൺമെന്റ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി കോൺസെപ്റ്റ് ഓഫ് സ്കേഴ്സിറ്റി. കുറച്ചു നേരമായി സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ്? സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് 2 ഫാക്ട്സിനെ ബേസ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ അൺലിമിറ്റഡ് വാണ്ട്സ് ഓർ എൻഡ്സ്, ദെൻ സ്കേഴ്സ് റിസോഴ്സസ് ഓർ മീൻസ്. അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് എൻഡ്സ് എന്ന് വെച്ചാൽ എന്താ? മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എനിക്ക് അത് വേണം, ഇത് വേണം, അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്നും പറഞ്ഞ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്താണ്? അൺലിമിറ്റഡ് ആണ്. പക്ഷെ അത് നേടിയെടുക്കാനുള്ള റിസോഴ്സസ് അവന്റെ അടുത്തുണ്ടോ? ഇല്ല. സോ ഹ്യൂമൻ നീഡ്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അൺലിമിറ്റഡ് ആണ്. അത് നേടിയെടുക്കാൻ റിസോഴ്സ് അവന്റെ അടുത്ത് ഇല്ലാത്ത അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്? സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് പുതിയൊരു കമ്പനി തുടങ്ങണം, ബിസിനസ് തുടങ്ങണം എന്ന് ഞാൻ ആഗ്രഹിക്കുക. പക്ഷെ എന്റെ കയ്യിൽ ലാൻഡ് ഇല്ല, ലേബർ ഇല്ല, ക്യാപിറ്റൽ ഇല്ല. സോ ആ ഒരു റിസോഴ്സസ് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യം അറൈസ് ചെയ്യുന്നുണ്ട്. സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. നമുക്ക് എന്താണോ ഏറ്റവും അർജന്റ് വാണ്ട്സ്, ആ വാണ്ട്സിനെ ആദ്യം സാറ്റിസ്ഫൈ ചെയ്യണം, ബാക്കിയുള്ളതിനെ പിന്നെ സാറ്റിസ്ഫൈ ചെയ്യണം. എക്സാമ്പിൾ ആയിട്ട് എന്റെ കയ്യിൽ 10 രൂപയുള്ളൂ. ആ 10 രൂപയ്ക്ക് എനിക്ക് ഒന്നുകിൽ ബസ്സും പിടിച്ച് വീട്ടിൽ പോവാം, അല്ലെങ്കിൽ 10 രൂപയ്ക്ക് മിഠായി വാങ്ങിക്കാം. അപ്പൊ ഞാൻ ചൂസ് ചെയ്യണം എനിക്ക് ഏതാണോ മോസ്റ്റ്ലി അർജന്റ്. ഞാൻ എന്തായാലും 10 രൂപയ്ക്ക് ബസ് പിടിച്ച് വീട്ടിൽ പോകാനായിട്ട് നോക്കും. സോ നിങ്ങൾക്ക് എന്താണോ അതുപോലെ ഏറ്റവും അർജന്റ് ആയിട്ടുള്ള കാര്യം അത് നിങ്ങൾ ചൂസ് ചെയ്യണം. എന്തുകൊണ്ടാ? സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞ ഇഷ്യൂ ഉള്ളത് കൊണ്ട്. ചില കുട്ടികൾ എന്നോട് പറയുന്നത്, ഞങ്ങള് മിഠായി വാങ്ങിച്ചു കഴിക്കും മിസ്സേ, എന്നിട്ട് ലിഫ്റ്റ് അടിച്ചിട്ടാണെങ്കിലും വീട്ടിൽ പോകും. അത് നിങ്ങളുടെ ഇഷ്ടം. സോ അവിടെ ഒരു ചൂസിങ് വരാനുള്ള റീസൺ എന്താണ്? മണി എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമുക്ക് സ്കേഴ്സ് ആണ്. സോ ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ആ വാണ്ട്സിനെ മീറ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് റിസോഴ്സസ്, അത് ഇൻ ദ ഫോം ഓഫ് മണി ആവാം, ക്യാപിറ്റൽ ആവാം, ലാൻഡ് ആവാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ആവാം. അപ്പം ഹ്യൂമൻ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് റിസോഴ്സസ് ഇല്ലാത്ത ഒരു അവസ്ഥേനെയാണ് എന്ത് വിളിക്കുന്നത്? സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏതാണോ ഏറ്റവും അർജന്റ് വാണ്ട്സ് അത് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യുക, നെക്സ്റ്റ് അടുത്തത് സാറ്റിസ്ഫൈ ചെയ്യുക. സ്കേഴ്സിറ്റി ഉള്ളപ്പം
എങ്ങനെയാണ് അത് ഡിഫറെന്റ് എക്കോണമിയെ ബാധിക്കുന്നത്? സ്കേഴ്സ് പലതരത്തിലുള്ള എക്കോണമി നമ്മുടെ ചുറ്റുമുണ്ട്. അതിൽ മെയിൻലി രണ്ട് എക്കോണമിയാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയും സോഷ്യലിസ്റ്റ് എക്കോണമിയും. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ സ്കേഴ്സിറ്റി ഫേസ് ചെയ്യുകയാണെങ്കിൽ യാതൊരു രക്ഷയില്ല. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ സാധനം വാങ്ങിക്കാം, ഇല്ലെങ്കിൽ അവിടെ പട്ടിണി കിടക്കാം. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് വെച്ചാൽ എന്താ? മുതലാളിത്ത വ്യവസ്ഥയാണ്. അവിടെ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരുന്നില്ല. ക്യാഷ് ഇല്ലെങ്കിൽ എല്ലാം സഹിച്ച് ജീവിക്കുക. പക്ഷേ ഒരു സോഷ്യലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കോണമിക്കകത്ത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയൊക്കെ മനുഷ്യന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആര് തരുന്നുണ്ട്? ഗവൺമെന്റ് തരുന്നുണ്ട്. സോ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം തന്നെ വേണം, അല്ലാതെ യാതൊരു മാർഗവുമില്ല. പക്ഷേ സോഷ്യലിസ്റ്റ് എക്കോണമി അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിൽ സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ആർക്ക് പറ്റും? ഒരു പരിധി വരെ സോൾവ് ചെയ്യാനെങ്കിലും ഗവൺമെന്റിന് പറ്റുന്നുണ്ട്. കാരണം മനുഷ്യന് ഏറ്റവും അർജന്റ് ആയിട്ടുള്ള നീഡ്സ് എല്ലാം ഗവൺമെന്റ് തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് തരുന്നുണ്ട്. സോ അത്രയുള്ള സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്. ആ വാണ്ട്സിനെ മീറ്റ് ചെയ്യാൻ നമ്മുടെ അടുത്ത് റിസോഴ്സ് ഇല്ലാത്ത അവസ്ഥയാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മോസ്റ്റ് അർജന്റ് വാണ്ട്സിനെ ഫസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുക, അടുത്തതിനെ പിന്നെ സാറ്റിസ്ഫൈ ചെയ്യുക. സ്കേഴ്സിറ്റിയെ എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണെങ്കിൽ എബിലിറ്റി ടു പേ, പൈസ ഉണ്ടെങ്കിൽ സ്കേഴ്സിറ്റിയെ സോൾവ് ചെയ്യാം. ഇനി അല്ല, സോഷ്യലിസ്റ്റ് എക്കോണമിയിലാണെങ്കിൽ എന്താ? ഗവൺമെന്റ് വഴി നമുക്ക് സ്കേഴ്സിറ്റിയെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് മീനിങ് ഓഫ് പ്രൊഡക്ഷൻ. മീനിങ് ഓഫ് പ്രൊഡക്ഷൻ, ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം കോട്ടൺ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടാണ്. ആ ഇൻപുട്ട് യൂസ് ചെയ്ത് ക്ലോത്ത് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഏതിനെയാണോ ട്രാൻസ്ഫോം ചെയ്യാൻ ഉപയോഗിച്ചത് അതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോം ഞാൻ എന്തിനാ ചെയ്ത്? കോട്ടനെയാണ്. സോ കോട്ടൺ എന്ന് പറയുന്നത് ഇൻപുട്ട്. നമുക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത് ക്ലോത്ത് ആണ്. അതിനെ നമുക്ക് എന്തെന്നും വിളിക്കാം? ഔട്ട്പുട്ട് എന്നും വിളിക്കാം. സോ ഇൻപുട്ടിനെ കൊടുത്ത് ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അവിടെ തന്നെ കോട്ടൺ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട്, അതിനെ നമ്മൾ മില്ലിൽ പോയി ലാസ്റ്റ് അത് എന്തായിട്ട് വരുന്നുണ്ട്? ഗാർമെന്റ്സ് അല്ലെങ്കിൽ ക്ലോത്ത് ആയിട്ട് വരുന്നുണ്ട്. സോ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. നമ്മൾ ഏത് വസ്തുവിനെയാണോ ട്രാൻസ്ഫോം ചെയ്യാൻ യൂസ് ചെയ്യുന്നത് അത് ഇൻപുട്ടും, നമുക്ക് ഫൈനലി കിട്ടുന്ന റിസൾട്ടിനെ ഔട്ട്പുട്ട് എന്നും പറയുന്നു. ദെൻ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി, ഇതൊരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ബേസിൽ നമുക്ക് പല പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. എക്കോണമിയിൽ സ്കേഴ്സിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എക്കോണമിയിൽ സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എക്കോണമിയിൽ പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ട്. എക്കോണമിയിൽ സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എക്കോണമിയിൽ പലതരത്തിലുള്ള പ്രോബ്ലംസും ഉണ്ട്. മെയിൻലി എക്കോണമിയിലെ പ്രോബ്ലത്തിനെ മൂന്നായിട്ട് തിരിക്കാം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom to produce. What to produce, how to produce, for whom to produce. അതിന് what to produce. What to produce എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എക്കോണമിയിൽ എന്താണ്? റിസോഴ്സുകൾ സ്കേഴ്സ് ആയതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടൈപ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു പ്രൊഡ്യൂസർ തീരുമാനിക്കണം ഏത് ടൈപ്പ്, എത്ര ക്വാണ്ടിറ്റി ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അതിപ്പം നെസസറി ഗുഡ് ആവാം, ലക്ഷറിയസ് ഗുഡ് ആകാം, ക്യാപിറ്റൽ ഗുഡ് ആവാം, കൺസ്യൂമർ ഗുഡ് ആകാം. പക്ഷെ അത് ആരാണ് തീരുമാനിക്കേണ്ടത്? അത് തീരുമാനിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസർ ആണ്. ഏത് ടൈപ്പ് ഓഫ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഒരു പ്രൊഡ്യൂസർ തീരുമാനിക്കണം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചോയ്സ് വന്നത്? റിസോഴ്സസ് സ്കേഴ്സ് ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് മെയിൻലി രണ്ട് ടൈപ്സ് ഓഫ് ടെക്നോളജിയാണുള്ളത്. ലേബർ ഇന്റൻസീവ് ടെക്നോളജിയും ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജിയും. ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ കൂടുതൽ ലേബേഴ്സിനെ യൂസ് ചെയ്യും, മെഷീൻസിനെ കുറച്ച് യൂസ് ചെയ്യും. ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുമ്പം കൂടുതൽ മെഷീൻസിനെ യൂസ് ചെയ്യും, ലേബേഴ്സിനെ കുറച്ച് യൂസ് ചെയ്യും. സോ ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പം നമ്മൾ മെയിൻലി തീരുമാനിക്കണം
ഏത് ടൈപ്പ് ഓഫ് ടെക്നോളജി യൂസ് ചെയ്യണമെന്ന്. ലേബർ ഇന്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യണോ, ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നോളജി യൂസ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. രണ്ടും കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ, നമ്മുടെ അടുത്ത് അത്ര റിസോഴ്സ് ഒന്നുമില്ല. സോ ഇത് ചൂസ് ചെയ്യുന്നതും ഒരു പ്രൊഡ്യൂസർ ആലോചിച്ചും കണ്ടേ ചൂസ് ചെയ്യത്തുള്ളൂ. ഞാനിപ്പോ ലേബർ യൂസ് ചെയ്യണോ, ക്യാപിറ്റൽ യൂസ് ചെയ്യണോ, ഏതിനായിരിക്കും പ്രൈസ് കുറവ്, ഏതായിരിക്കും എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്നത്, അതിന്റെയൊക്കെ ബേസിസിലായിരിക്കും എന്ത് ചൂസ് ചെയ്യുന്നത്, ടെക്നോളജി ചൂസ് ചെയ്യുന്നത്. ദെൻ ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം മതിയോ? അതിനെന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വിതരണം ചെയ്യണം. വിതരണം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണെങ്കിൽ എന്താ, എബിലിറ്റി ടു പേ. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ സാധനം കിട്ടും. ഇനി അല്ല, സെൻട്രലി പ്ലാൻഡ് എക്കോണമിയിലാണെങ്കിൽ എങ്ങനെയാണ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയാണ്. ഗവൺമെന്റ് തന്നെ നമുക്ക് എന്താണ്, സാധനങ്ങൾ, ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. ഇത് മൂന്നുമാണ് മെയിൻലി എക്കോണമി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. ഏതൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്? റിസോഴ്സസ് സ്കേഴ്സ് ആയതുകൊണ്ട് നമ്മൾ തീരുമാനിക്കണം ഏത് ടൈപ്സ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ ഹൗ ടു പ്രൊഡ്യൂസ്, ഏത് ടെക്നോളജി യൂസ് ചെയ്യണമെന്ന് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം. ഫോർ ഹോം ടു പ്രൊഡ്യൂസ്, ഇതെന്താണ്, പ്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. നെക്സ്റ്റ് ടോപ്പിക് ആണ് സം അതർ ഇഷ്യൂസ്. ഈ പറഞ്ഞ മൂന്ന് പ്രോബ്ലംസും അല്ലാതെ സൊസൈറ്റിയിൽ വേറെ ചില ഇഷ്യൂസും ഫേസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ദ പ്രോബ്ലം ഓഫ് ഗ്രോത്ത്. ഗ്രോത്ത് നടക്കണമെങ്കിൽ എന്ത് വേണം? പ്രൊഡക്ഷൻ കൂടണം. ഏതൊരു എക്കോണമിക്കും ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് കൂടണം. പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ എന്ത് വേണം? ക്യാപിറ്റൽ കൂടണം. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നല്ലൊരു ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്താ, പ്രൊഡക്ഷനും കൂട്ടാൻ പറ്റും, ഗ്രോത്ത് കൂടുകയും ചെയ്യും. സോ ഗ്രോത്ത് കൂടണമെങ്കിൽ പ്രൊഡക്ഷൻ കൂടണം, പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ ക്യാപിറ്റൽ കൂടണം. നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിനെ നമ്മൾ സാധാരണ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇൻകം നമ്മൾ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. കൺസ്യൂം ചെയ്യുന്ന വെച്ചാൽ എന്താ, ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാനും, ഇപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാനോ ഡ്രസ്സ് വാങ്ങിക്കാനോ എവിടെയെങ്കിലും പോകാനൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സേവ് ചെയ്യും. സോ വൈ ഇസ് ഈക്വൽ ടു സി പ്ലസ് എസ് എന്ന് വെച്ചാൽ, വൈ എന്ന് പറയുമ്പോൾ ഇൻകം. ഇൻകത്തിനെ നമ്മൾ ഒന്നെങ്കിൽ കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ സേവ് ചെയ്യും. സി മീൻസ് കൺസംഷൻ, എസ് മീൻസ് സേവിങ്. സോ ഇൻകം ഇസ് ഈക്വൽ ടു കൺസംഷൻ പ്ലസ് സേവിങ് ആണ്. അപ്പം ഇതിൽ സേവ് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മൾ ബാങ്കിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സേവിങ് ആയിട്ട് ഇടും. ആ സേവിങ്സിനെ ബാങ്കുകാർ വെറുതെ വെച്ചേക്കുവാണോ? അല്ല, ആ സേവിങ്സിന് ബാങ്കുകാർ ലോൺ കൊടുക്കാറുണ്ട്. അപ്പൊ പല ബിസിനസ്സുകാരും ഈ ലോണ്, ഈ ഒരു സേവിങ്സ് അതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് രൂപത്തിലാക്കി പലതരത്തിലുള്ള ബിസിനസ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കൂടും, പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്ക് ഗ്രോത്ത് കൂടുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, കൺസംഷൻ കുറച്ച് സേവിങ്സ് കൂട്ടുകയാണെങ്കിൽ എക്കോണമിക്ക് ഗ്രോത്ത് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ പറയാം, ദ പ്രോബ്ലം ഓഫ് ഗ്രോത്ത്. ഒരു എക്കോണമിക്ക് ഗ്രോത്ത് അല്ലെങ്കിൽ GDP ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ എന്ത് കൂടണം? പ്രൊഡക്ഷൻ കൂടണം. പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം? ക്യാപിറ്റൽ വേണം. നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. കൺസംഷനും യൂസ് ചെയ്യും, സേവിങ്സിന് വേണ്ടിയും യൂസ് ചെയ്യും. സേവിങ്സ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടും. നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി സേവിങ്സ് ആയിട്ട് ഇടുന്ന തുക ബാങ്കുകാര് ബാക്കിയുള്ളവർക്ക് ലോൺ കൊടുക്കുന്നുണ്ട്, പുതിയ പുതിയ കമ്പനികളൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കൂടും, ക്യാപിറ്റൽ കൂടും. സോ കൺസംഷൻ കുറയ്ക്കുക, കൺസംഷൻ കുറച്ച് സേവിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുക. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ക്യാപിറ്റൽ കൂടും, ക്യാപിറ്റൽ കൂടുമ്പോൾ ഗ്രോത്ത് ഉണ്ടാകും. നെക്സ്റ്റ്, ചോയ്സ് ബിറ്റ്വീൻ പബ്ലിക് ഗുഡ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്. രണ്ട് തരത്തിലുള്ള ഗുഡ്സ്, മൂന്ന് തരത്തിലുണ്ട്. ഇപ്പൊ രണ്ട് തരത്തിലുള്ള ഗുഡ്സിനെ കുറിച്ച് പറയുന്നു. പബ്ലിക് ഗുഡ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്. പബ്ലിക് ഗുഡ് എന്ന് പറയും, അല്ലെങ്കിൽ ആദ്യം നമുക്ക് പ്രൈവറ്റ് ഗുഡ് നോക്കാം. പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്ക്ലൂഡബിൾ ഗുഡ്സ് ആണ്. നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾക്ക് നമ്മളെ അതിന്റെ കൺസംഷനിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. അതിനെയാണ് പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഗുഡ് എപ്പോഴും പ്രൈസ്ഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ കടയിൽ ചെന്ന് എന്തെങ്കിലും തുണി വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ചെരുപ്പ് വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്താ, ഞാൻ പൈസ പേ ചെയ്യണം. ഞാൻ പേ ചെയ്താൽ മാത്രമേ എനിക്ക് ആ ഗുഡിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ പ്രൈസ്ഡ് ഗുഡ് ആണ്. ഒരാൾക്ക് മറ്റൊരാളെ അതിന്റെ കൺസംഷനിൽ നിന്ന് തടയാൻ പറ്റും. എപ്പോഴാ? പ്രൈസ് പേ ചെയ്തില്ലെങ്കിൽ. പബ്ലിക് ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്ക്
നോൺ എക്സ്ക്ലൂഡബിൾ ഗുഡ് ആണ്. ആ ഗുഡ് കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് ആർക്കും ആരെയും തടയാൻ പറ്റത്തില്ല. അത് പ്രൈസ്ഡ് ഗുഡ് അല്ല. എക്സാമ്പിൾ ആയിട്ട് ഡിഫൻസ്. ഇപ്പം നമ്മുടെ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ആർമിയും കാര്യങ്ങളും ഉള്ളത്. അപ്പൊ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും, നിന്നെ പ്രൊട്ടക്ട് ചെയ്യത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. അതേപോലെ റോഡ്, റിവർ ഇതെന്ന് പറയുന്നത് എന്താ? എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഒരിക്കലും ഇതിനെ നമുക്ക് പ്രൈസ് ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ ഇത് നിങ്ങൾ കൺസ്യൂം ചെയ്യലും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനും പറ്റത്തില്ല, ഒഴിവാക്കാനും പറ്റത്തില്ല. പ്രൈവറ്റ് ഗുഡ് എക്സ്ക്ലൂഡബിൾ ആണ്. പ്രൈസ് പേ ചെയ്തില്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പബ്ലിക് ഗുഡ് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ദെൻ ദ പ്രോബ്ലം ഓഫ് മെറിറ്റ് ഗുഡ് പ്രൊഡക്ഷൻ. മെറിറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ സൊസൈറ്റിക്ക് വളരെ നല്ലൊരു ഗുഡാണ് മെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. മെറിറ്റ് ഗുഡിന്റെ കൺസംഷൻ വഴി അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നല്ല യൂസ്ഫുൾ തന്നെയാണ്. എക്സാമ്പിൾ ഹെൽത്ത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. ഇപ്പം എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അത് എന്റെ ചുറ്റുപാടുമുള്ളവർക്ക് നല്ലതാണ്. എനിക്ക് അവരെ നോക്കാനും എടുക്കാനും ഒക്കെ പറ്റും. അതേപോലെ എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ അതും എന്റെ ചുറ്റുപാടിലുള്ളവർക്ക് നല്ലതാണ്. കാരണം എന്താ? എന്റെ അറിവ് മറ്റുള്ളവർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. സോ മെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത് യൂസേഴ്സിന് മാത്രമല്ല നോൺ യൂസേഴ്സിനും ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ സൊസൈറ്റിക്ക് വെൽബീയിങ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിമൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. എനിക്ക് വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിൽ എനിക്കറിയാം ഏത് തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര എത്ര രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കും. സോ മെറിറ്റ് ഗുഡിന്റെ കൺസംഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല സൊസൈറ്റിക്ക് ഫുള്ളി നന്മ ചെയ്യുന്നതാണ് മെറിറ്റ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പം മറ്റ് അനദർ ഇഷ്യൂസ് എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് ഗ്രോത്ത്. അതായത് ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ക്യാപിറ്റൽ കൂടുതലാണെങ്കിൽ ഗ്രോത്ത് കൂടും. അതെങ്ങനെ? ക്യാപിറ്റൽ കൂടിയ പ്രൊഡക്ഷൻ കൂട്ടാം, പ്രൊഡക്ഷൻ കൂടിയ ഗ്രോത്ത് കൂടും. ദെൻ പബ്ലിക് ഗുഡ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്. പ്രൈവറ്റ് ഗുഡ് എന്ന് പറയുമ്പോൾ എന്താ? എക്സ്ക്ലൂഡബിൾ ആണ്. പ്രൈസ് പേ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പബ്ലിക് ഗുഡോ നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. പ്രൈസ് പേ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മെറിറ്റ് ഗുഡ് അത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഒക്കെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല നമ്മുടെ സൊസൈറ്റിക്ക് മൊത്തത്തിൽ നല്ലതാണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇതിനെ പറയാറുണ്ട്. പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയാറുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയാറുണ്ട്. ഈ 3 പേരിൽ വന്നാലും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. 3 പേരിൽ വന്നാലും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു എക്കോണമിയിൽ സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടെന്ന് പറഞ്ഞു? ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ചോയ്സിന് ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന കർവ് ആണ് PPC കർവ് എന്ന് പറയുന്നത്. PPCയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന റിസോഴ്സും ടെക്നോളജിയും യൂസ് ചെയ്ത് 2 ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ കാണിക്കുന്ന ഒരു കർവ് ആണ് PPC എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ടെക്നോളജിയും റിസോഴ്സും യൂസ് ചെയ്ത് 2 ഗുഡ്സിന്റെ എഫിഷ്യന്റ് പ്രൊഡക്ഷൻ കാണിക്കുന്ന ഒരു കർവ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ കാണിക്കുന്ന ഒരു കർവ് ആണ് PPC എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഒരു റിസോഴ്സ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് LED-യും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ മോണിറ്ററും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എടുക്കുന്ന ടെക്നോളജി ഒന്നുകിൽ ലേബർ ടെക്നോളജി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടെക്നോളജി. സോ തന്നിരിക്കുന്ന റിസോഴ്സും ടെക്നോളജിയും ഉപയോഗിച്ച് നമുക്ക് LED-യും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ മോണിറ്ററും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കോമ്പിനേഷൻ കാണിക്കുന്ന കർവ് ആണ് PPC കർവ്. ഫസ്റ്റ് നോക്കിയേ, LED 30, കമ്പ്യൂട്ടർ മോണിറ്റർ 0. അടുത്ത LED 25, കമ്പ്യൂട്ടർ മോണിറ്റർ 14. ദെൻ LED 20, കമ്പ്യൂട്ടർ മോണിറ്ററും 20. ദെൻ LED 15, കമ്പ്യൂട്ടർ മോണിറ്റർ 24. പല കോമ്പിനേഷൻ അല്ലേ കാണിക്കുന്നത്? 30, 0, 25, 14, 20, 20, 15, 24, 10, 27. അങ്ങനെ പല കോമ്പിനേഷൻ കാണിക്കുന്ന കർവ് ആണ് PPC കർവ്. അതുകൊണ്ട് അവിടെ PPC കർവ് വരച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ബുക്കിനകത്തൊന്ന് വരച്ചു നോക്കുക. X ആക്സിസിൽ കമ്പ്യൂട്ടർ മോണിറ്റർ മെഷർ ചെയ്യുക, Y ആക്സിസിൽ LED മെഷർ ചെയ്യുക. വരയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ഇങ്ങനത്തെ ഒരു കോൺകേവ് ഷേപ്പിൽ PPC കർവ് കിട്ടും. സോ PPC കർവ് എന്ന് വെച്ചാൽ എന്താണ്? തന്നിരിക്കുന്ന റിസോഴ്സും ടെക്നോളജിയും യൂസ് ചെയ്ത് 2 ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ കാണിക്കുന്ന ഒരു കർവ് ആണ് എന്ത്? PPC കർവ് എന്ന് പറയുന്നത്. PPC കർവ് കുറച്ച് അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഒന്ന്,
ഒരു കൺട്രിയിൽ എന്താണ് ഈ ഒരു PPC കർവില് 2 ഗുഡ്സിനെ തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ഒരു ഗുഡ് ഒന്നും യൂസ് ചെയ്ത് PPC കർവ് കാണിക്കാൻ പറ്റത്തില്ല. 2 ഗുഡ് ഉണ്ട്. ഇവിടെ LED-യും മോണിറ്ററും യൂസ് ചെയ്തതുപോലെ. അതേപോലെ റിസോഴ്സസ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ആദ്യം എടുത്ത റിസോഴ്സ് തന്നെയായിരിക്കും ഈ പ്രൊഡക്ഷന്റെ അവസാനം വരെ ഉപയോഗിക്കുന്നത്. ടെക്നോളജിയും കോൺസ്റ്റന്റ് ആണ്. ടെക്നോളജിയിലും എന്തില്ല, മാറ്റമില്ല. ഒന്നെങ്കിൽ ലേബർ ടെക്നോളജി തന്നെയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടെക്നോളജി തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. അടുത്തത് ഈ തന്നിരിക്കുന്ന ടെക്നോളജിയെ നമ്മൾ ഫുള്ളിയും ആൻഡ് എഫിഷ്യന്റ്ലിയും യൂസ് ചെയ്യും. ക്യാപിറ്റൽ ആണെങ്കിൽ അത്, അല്ല ലേബർ ആണെങ്കിൽ അത്. ടെക്നോളജി എഫിഷ്യന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ തന്നിരിക്കുന്ന റിസോഴ്സ് യൂസ് ചെയ്ത് നമുക്ക് രണ്ടും നല്ല എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ LED പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോണിറ്റർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു PPC കർവ് കാണിക്കാൻ എപ്പോഴും ഫിസിക്കൽ ടേംസിലുള്ള ഗുഡ്സ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് ഇതിന്റെ ഈ PPC കർവ് വരയ്ക്കുമ്പോൾ എപ്പോഴും നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഗുഡ്സിനെ വെച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. അല്ലാതെ ഒരു സർവീസിന്റെ ബേസിസിൽ ഒരിക്കലും PPC കർവ് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. PPC കർവ് എപ്പോഴും എന്താ, ഒരു ഫിസിക്കൽ ടേംസിലുള്ള ഗുഡ്സ് വെച്ചിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. റിസോഴ്സ് കോൺസ്റ്റന്റ് ആണ്. ടെക്നോളജിയും കോൺസ്റ്റന്റ് ആണ്. ടെക്നോളജി എഫിഷ്യന്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. തന്നിരിക്കുന്ന റിസോഴ്സസിനെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഡ്, 2 ഗുഡിനെ മാറി മാറി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഫിസിക്കൽ ടേംസിലുള്ള ഗുഡ്സ് ആയിരിക്കും PPC കർവിൽ കാണിക്കുന്നത്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അതാണ്ട് LED-യും കമ്പ്യൂട്ടർ മോണിറ്ററും ആണ്. ഗ്രാഫ് നോക്കിയാൽ അറിയാം. ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു 30 യൂണിറ്റ് LED 30 യൂണിറ്റ് LED പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എത്ര, 0 ആണ്. അടുത്ത് നോക്കി, 25 യൂണിറ്റ് LED പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 14 ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ 20 യൂണിറ്റ് LED വരുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ മോണിറ്ററും എത്രയാണ്, 20 തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കോമ്പിനേഷൻ കാണിക്കുന്ന ഒരു കർവാണ് PPC. ഇനി PPCക്ക് പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നെന്താണ്, PPC ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിലുള്ള ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് PPC എന്ന് പറയുന്നത്. മുകളിൽ നോക്കിയാൽ അറിയാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത്. 30 തുടങ്ങി താഴത്തെ, മുകളിലത്തെ 30 തുടങ്ങി താഴത്തെ 30 അവസാനിക്കുന്നത്. അങ്ങനെ വരാനുള്ള കാരണം, ഡൗൺവേർഡ് സ്ലോപ്പ് ആവാനുള്ള കാരണം എന്ന് പറയുമ്പോൾ PPC കർവിൽ ഒരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ മറ്റൊരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണം. ഒരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ എന്ത് വേണം, മറ്റൊരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണം. ഇവിടെ നോക്കിക്കേ, LED-യുടെ പ്രൊഡക്ഷൻ കുറച്ചിട്ടാണ് കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ പ്രൊഡക്ഷൻ കൂട്ടിയിരിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ എന്ത് ചെയ്തു, LED-യുടെ പ്രൊഡക്ഷൻ കുറച്ചു. ഒരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ മറ്റൊരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണം. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് പറയുന്നത്. അതുപോലെ PPC കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. ഈ ഒറിജിൻ എന്ത് ഷേപ്പാണ് നിൽക്കുന്നത്, ഒരു കോൺകേവ് ഷേപ്പിലാണ് PPC നിൽക്കുന്നത്. PPCക്ക് കോൺകേവ് ഷേപ്പ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാരണമാണ്. ഈ എന്താണ് MRT MOC എന്ന് വെച്ചാൽ, PPCയുടെ സ്ലോപ്പിനെയാണ് MRT അല്ലെങ്കിൽ MOC എന്ന് പറയുന്നത്. ഇനി എന്താ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ the quantity of good Y given up in exchange for additional unit of good X. Good X എന്ന് പറയുന്ന വസ്തുവിനെ അഡീഷണലി ഗുഡ് കിട്ടാനായിട്ട് എത്രത്തോളം ഗുഡ് Yനെ സാക്രിഫൈസ് ചെയ്തു, അതിനെയാണെങ്കിൽ സ്ലോപ്പ് അല്ലെങ്കിൽ MRC അല്ലെങ്കിൽ MOC എന്ന്, MRT അല്ലെങ്കിൽ MOC എന്ന് പറയുന്നത്. എന്താണ്, അഡീഷണൽ യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ് കിട്ടാൻ വേണ്ടി എത്രത്തോളം ഗുഡ് Y സാക്രിഫൈസ് ചെയ്തു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്ലോപ്പ് ഓഫ് ദ PPC അല്ലെങ്കിൽ MRT അല്ലെങ്കിൽ MOC എന്ന് പറയുന്നത്. ഇവിടെ തന്നെ അതിന്റെ സ്ലോപ്പിന്റെ ഇക്വേഷൻ ഉണ്ട്, ΔY/ΔX എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ, അതിനെ നമുക്ക് X എന്നും LED-യെ Y എന്നും എടുക്കാം. അഡീഷണൽ യൂണിറ്റ് ആയ ഈ കമ്പ്യൂട്ടർ കിട്ടാൻ വേണ്ടി എത്രത്തോളം Y സാക്രിഫൈസ് ചെയ്തു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, MRT അല്ലെങ്കിൽ MOC എന്ന് പറയുന്നത്. ഇപ്പം ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ΔY/ΔX. എന്താണ് ΔY എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ Y, ΔX എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ X. ഇവിടുത്തെ X കമ്പ്യൂട്ടർ മോണിറ്ററും Y എന്ന് പറയുന്നത് LED-യുമാണ്. നമുക്കപ്പോൾ ആ പ്രോബ്ലം നോക്കാം. MRT അല്ലെങ്കിൽ MOC, ആദ്യം എന്താണ്, 30 0 ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും എടുക്കാനില്ല, ചേഞ്ച് കാണിക്കുന്നില്ല. രണ്ടാമത്തത് LED 25 കമ്പ്യൂട്ടർ മോണിറ്റർ 14 ആണ്.
ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ആണ്. 30-ൽ നിന്ന് 25 അപ്പൊ അവിടുത്തെ ഡിഫറൻസ് എത്രയാ? 5. 5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് 0 ആയിരുന്നത് ഇപ്പൊ എത്രയായി? 14 സോ അവിടെ 0 മൈനസ് 14 എത്രയാണ്? 14 ചെയ്യുമ്പോൾ നമുക്ക് 0.357 എന്ന് കിട്ടി. അടുത്ത വൈ ചേഞ്ച് ഇൻ വൈ എത്രയാ? 25-ൽ നിന്ന് 20 സോ ചേഞ്ച് ഇൻ വൈ 5. കമ്പ്യൂട്ടർ മോണിറ്റേഴ്സോ ഡെൽറ്റ എക്സോ 14-ൽ നിന്ന് 20 സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 6. 5/6 0.83 കിട്ടി. ഇനി അടുത്തതോ 20-ൽ നിന്ന് 15 ചേഞ്ച് എന്ന് പറയുന്നത് 5. കമ്പ്യൂട്ടർ മോണിറ്റർ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 20-ൽ നിന്ന് 4 ചേഞ്ച് എന്ന് പറയുന്നത് 4. 5/4 എത്ര കിട്ടി? 1.25 കിട്ടി. അപ്പം MRT അല്ലെങ്കിൽ MOC എന്ന് പറയുന്നത് അഡീഷണൽ യൂണിറ്റ് ഓഫ് എക്സ് കിട്ടാനായിട്ട് എത്രത്തോളം ക്വാണ്ടിറ്റി വൈ സാക്രിഫൈസ് ചെയ്തു. ഇവിടെ നോക്കിക്കേ, ഈ MRC എന്ന് പറയുന്നതെല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MRC അല്ലെങ്കിൽ MOC അല്ലെങ്കിൽ MOT എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് PPCക്ക് എന്ത് ഷേപ്പ് വന്നത്? ഒരു കോൺകേവ് ഷേപ്പ് വന്നത്. സോ PPC ഡൗൺലോഡ് ആവാനുള്ള കാരണം എന്താണ്? ഒരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ മറ്റൊരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കണം. കോൺകേവ് ആവാനുള്ള റീസൺ എന്താണ്? റീസൺ എന്ന് പറയുന്നത് ഇൻക്രീസിങ് MRT അല്ലെങ്കിൽ MOC ആണ്. ഇനി അതുപോലെ തന്നെ PPC കർവ് കോൺകേവ് മാത്രമല്ല ഒരു സ്ട്രെയിറ്റ് ലൈനും ആവാറുണ്ട്. PPC കർവ് സ്ട്രെയിറ്റ് ലൈനും ആവാറുണ്ട്. എപ്പോഴാണ് PPC കർവ് സ്ട്രെയിറ്റ് ലൈൻ ആവുന്നതെന്ന് വെച്ചാൽ MRT കോൺസ്റ്റന്റ് ആവുമ്പോൾ PPC കർവ് എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നേരത്തെ കണ്ടല്ലോ, MRC ഇൻക്രീസ് ചെയ്യുവാണ്. 0.35, 0.83, പിന്നെ 1.25, 1.66 അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? PPC കോൺകേവ് ആണ്. അതേപോലെ തന്നെ MRT കോൺസ്റ്റന്റ് ആവുമ്പോൾ PPC എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെ രണ്ട് ഗുഡ് കാണിച്ചിട്ടുണ്ട്. G എന്ന് പറയുന്നത് 40, 32, 24, 16, 8, 0. D എന്ന് പറയുന്ന ഗുഡ് 0, 1, 2, 3, 4, 5 അങ്ങനെ അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ ഗുഡ് G ഡിക്രീസ് ചെയ്യുന്നു, ഗുഡ് D എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. MRT കണ്ടുപിടിക്കാലോ. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഫസ്റ്റ് ഒന്നുമില്ല, രണ്ടാമത്തെ ഡെൽറ്റ വൈ എന്ന് വെച്ചാൽ എത്രയാ? 40-ൽ നിന്ന് 32 കുറയ്ക്കുക. എത്ര കിട്ടി? 8 കിട്ടി. പിന്നെ അതേപോലെ ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ 0-ൽ നിന്ന് 1 കുറയ്ക്കുക. എത്രയാ? 1. 8 ഡിവൈഡഡ് ബൈ 1 എത്രയാ? 8 ആണ്. അടുത്ത എത്രയാ? 32-ൽ നിന്ന് 24 ആയി. സോ ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 8. 1-ൽ നിന്ന് 2 ആയി. ഇവിടുത്തെ ചേഞ്ച് 1. 8/1 എത്രയാണ്? 8. നെക്സ്റ്റ് എത്രയാ? 24 മൈനസ് 16. സോ ഡെൽറ്റ വൈ 8, 2 പിന്നെന്താണ്? 3 മൈനസ് 2. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1. അപ്പൊ എല്ലാത്തിലും അവിടെ MRT എന്താ? സെയിം തന്നെ. എത്ര തന്നെ വന്നു? 8 തന്നെ വന്നു. സോ MRT കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ PPC കർവ് എന്താവും? സ്ട്രെയിറ്റ് ലൈൻ ആകും. പക്ഷെ ഇത് എപ്പോഴും നടക്കത്തില്ല. റിയൽ വേൾഡിൽ എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റന്റ് MRT കിട്ടത്തില്ല. MRT ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺകേവ് ഷേപ്പ് ആയിരിക്കും റിയൽ വേൾഡിൽ മിക്കതിലും കാണുന്നത്. ബട്ട് PPC സ്ട്രെയിറ്റ് ലൈൻ ആവുമെന്ന് വെച്ചാൽ ആവും. എപ്പോഴാണ് PPC സ്ട്രെയിറ്റ് ലൈൻ ആവുന്നത്? MRT കോൺസ്റ്റന്റ് ആവുമ്പോൾ PPC സ്ട്രെയിറ്റ് ലൈൻ ആകും. അതായത് റിസോഴ്സസിനെ എല്ലാം എഫിഷ്യന്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ MRTയിൽ ചേഞ്ച് വരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അതൊരു റിയൽ വേൾഡിൽ നടക്കുന്ന കേസ് അല്ല. റിയൽ വേൾഡിൽ മിക്കവാറും എന്ത് തന്നെയാണ്? കോൺകേവ് ഷേപ്പ് തന്നെയാണ്. ഇനി ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവില് 3 പോയിന്റ്സ് ഉണ്ട്. അതായത് PPCയിൽ പോയിന്റ് വരുമ്പോ എങ്ങനെയാണ്? PPCയുടെ അകത്ത് വരുമ്പോ എങ്ങനെയാ? PPCയുടെ പുറത്ത് വരുമ്പോ എങ്ങനെയാണ്? PPCയിൽ ഒരു പോയിന്റ് ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവില് തന്നെ ഒരു പോയിന്റ്, ഇപ്പൊ F എന്ന് പറയുന്ന പോയിന്റ് PPCയിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ റിസോഴ്സസിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തു. നമ്മൾ ആ ടെക്നോളജി ആണെങ്കിലും റിസോഴ്സസിനെ ആണെങ്കിലും ഫുള്ളി യൂട്ടിലൈസ് ചെയ്തു, എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് അർത്ഥം. PPCയിൽ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇപ്പൊ F എന്ന് പറയുന്ന ഒരു പോയിന്റ്, അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? റിസോഴ്സസിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തു, നല്ല ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ നടന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി PPCക്ക് അകത്താണ്, ഇപ്പൊ U എന്ന് പറയുന്ന പോയിന്റ് PPCക്ക് അകത്താണ് പോയിന്റ് എങ്കിൽ അതിന്റെ മീനിങ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ്. അതായത് അൺഎംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്. ഇനിയും റിസോഴ്സസ് ഉണ്ട്, പക്ഷെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? യൂസ് ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ദാണ്ട ബാലൻസ്, U എന്ന് പറഞ്ഞ പോയിന്റ് കഴിഞ്ഞാലും ഇനിയും ബാലൻസ് ഉണ്ട് PPCയിൽ എത്താൻ. പക്ഷെ നമ്മൾ റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നില്ല? ഫുള്ളി ആൻഡ് എഫിഷ്യന്റ്ലി യൂസ് ചെയ്യുന്നില്ല. അൺഎംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ഉള്ളത് കൊണ്ടാണ് അകത്ത് വരുന്നത്.
ഇനി PPCക്ക് പുറത്ത് M എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ആണെങ്കിൽ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അൺഅറ്റൈനബിൾ ആണ്. അവിടെ റിസോഴ്സസ് ഇനിയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ 3 പോയിന്റ് ആണ്. PPCയിലാണ് പോയിന്റ് എങ്കിൽ റിസോഴ്സസിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തു നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. PPCക്ക് അകത്താണ് പോയിന്റ് എങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്, ഇനിയും റിസോഴ്സസ് ഉണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. ഇനി PPCക്ക് പുറത്താണെങ്കിലോ അൺഅറ്റൈനബിൾ ആണ്. കാരണം എന്താ, ഇനിയും നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ, ഇനിയും എഫിഷ്യന്റ് ലെവലിൽ എത്തണമെങ്കിൽ എന്താ, ഇനിയും റിസോഴ്സസ് വേണം എന്നാണ് അർത്ഥം. ക്യാൻ PPC കർവ് ഷിഫ്റ്റ്? PPC കർവ് ഷിഫ്റ്റ് ചെയ്യുമോ? ചെയ്യും. അതായത് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്താൽ, റോ മെറ്റീരിയൽസ് കൂടുതലുണ്ട്, ടെക്നോളജി കൂടുതലുണ്ട്, ക്യാപിറ്റൽ കൂടുതലുണ്ട്, അങ്ങനെയാണെങ്കിൽ PPC കർവ് ഔട്ട്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ആദ്യത്തെ കർവ് നോക്കി, ഒരു അപ്വേർഡ് ഷിഫ്റ്റ് ഇനിഷ്യൽ PPCയിൽ നിന്ന് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എപ്പോഴാണ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്? റോ മെറ്റീരിയൽസ് കൂടുതലുണ്ട്, ടെക്നോളജി കൂടുതലുണ്ട്, ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ PPC അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇനി നേരെ തിരിച്ച് എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ പ്രകൃതി ദുരന്തോ വാറോ ഒക്കെ വന്ന് റിസോഴ്സസിന്റെ അളവ് കുറഞ്ഞു, പോപ്പുലേഷൻ കുറഞ്ഞു, ടെക്നോളജി മൊത്തം കേടായിപ്പോയി, അതായത് നമ്മുടെ മെഷീൻസ് മൊത്തം കേടായിപ്പോയി, അങ്ങനെയാണെങ്കിൽ PPC എന്ത് ചെയ്യും? ഒരു ഡൗൺവേർഡ് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ റിസോഴ്സസിനെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് അല്ലെങ്കിൽ റിസോഴ്സസിന്റെ എണ്ണം കൂടുവാണെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റും, റിസോഴ്സസിന്റെ എണ്ണം കുറയുവാണെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റും എക്കോണമിയിൽ ഉണ്ടാകുന്നുണ്ട്. PPCയുടെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. എന്തായിരുന്നു PPC? രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത്. റിസോഴ്സസിനെയും ടെക്നോളജിയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PPC കർവ് എന്ന് പറയുന്നത് എന്താ? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. റീസൺ എന്താ? ഒരു ഗുഡിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് മറ്റൊരു ഗുഡിന്റെ പ്രൊഡക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. പിന്നെ PPC എന്താണ്? കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്, കോൺകേവ് ടു ദ ഒറിജിൻ ആണ്. PPC എന്തുകൊണ്ടാണ് കോൺകേവ് ആയത്? കാരണം എന്ന് വെച്ചാൽ ഇൻക്രീസിങ് MRT അല്ലെങ്കിൽ MOC ആണ്. എന്താണ്? സ്ലോപ്പ് ആണ്. എമൗണ്ട് ഓഫ് ഗുഡ് Y സാക്രിഫൈസ്ഡ് ഇൻ ഓർഡർ ടു ഗെയിൻ എമൗണ്ട് ഓഫ് ഗുഡ് X. ഗുഡ് X കിട്ടാനായിട്ട് എത്രത്തോളം എമൗണ്ട് ഗുഡ് Y സാക്രിഫൈസ് ചെയ്തു. ഇവിടെ നോക്കി അറിയാം, MOC ഒക്കെ എന്ത് ചെയ്യുവാണ്? ഇൻക്രീസ് ചെയ്യുവാണ്. ദെൻ PPC സ്ട്രെയിറ്റ് ലൈൻ ആവുമോ? ആവും. എപ്പോഴാണ്? MRT കോൺസ്റ്റന്റ് ആവുമ്പോൾ PPC സ്ട്രെയിറ്റ് ലൈൻ ആകും. 3 പോയിന്റ് ഉണ്ട്. PPCയിലെ പോയിന്റ് ആണെങ്കിൽ റിസോഴ്സസിനെ ഫുള്ളി യൂട്ടിലൈസ് ചെയ്തു. PPCക്ക് അകത്തുള്ള പോയിന്റ് ആണെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്. PPCക്ക് പുറത്താണെങ്കിലോ ഇനിയും ഉണ്ട്, റിസോഴ്സസിനെ മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. PPC കർവ് ഷിഫ്റ്റ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. PPC കർവ് ഷിഫ്റ്റ് ചെയ്യും. അപ്വേർഡ് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, റോ മെറ്റീരിയൽസ്, ടെക്നോളജി, ക്യാപിറ്റൽസ്, അതിന്റെ എല്ലാം ഇൻക്രിമെന്റ് ഉണ്ടായി. ഡൗൺവേർഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ വാർ കാരണം ഈ പറയുന്ന ടെക്നോളജി ആണെങ്കിലും പോപ്പുലേഷൻ ആണെങ്കിലും റിസോഴ്സസ് ആണെങ്കിലും കുറഞ്ഞു എന്നാണ് അർത്ഥം. ഇനി ലാസ്റ്റ്, ഇന്നത്തെ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്, സൊല്യൂഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ്. ഇത് ഓൾറെഡി പറഞ്ഞുതരാണ്. സെൻട്രൽ പ്രോബ്ലംസിന് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്ന് പറഞ്ഞത്, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലാണെങ്കിൽ പൈസ ഉണ്ടെങ്കിലേ പറ്റൂ, അല്ല ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയിലാണെങ്കിൽ എന്താ, ഗവൺമെന്റ് വഴി പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ എല്ലാ കൺട്രിയിലും ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മിക്സഡ് എക്കോണമി വേണം എന്നാണ് പറയുന്നത്. മിക്സഡ് എക്കോണമി എന്ന് വെച്ചാൽ എന്താണ്? കുറച്ച് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസും കുറച്ച് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആരുമായിരിക്കും? ഗവൺമെന്റും ആയിരിക്കും. അപ്പം ഇപ്പം ഈ ഒരു ഇൻഡിവിജ്വൽസ് ചിലപ്പം പ്രൈസിനെയും കാര്യങ്ങളെയൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഗവൺമെന്റ് ഒരു റെഗുലേഷൻ കൊണ്ടുവരും, ഇത്രത്തോളം പ്രൈസേ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ലൈസൻസിങ്, ടാക്സേഷൻസ് വഴി ഗവൺമെന്റ് അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ലേബേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിലും ശരി, പല പല മെഷേഴ്സും പോളിസീസും ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. സോ ഒരു മിക്സഡ് എക്കോണമി വഴി സെൻട്രൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. മിക്സഡ് എക്കോണമി എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസിനും റോളുണ്ട്, ഗവൺമെന്റ്സിനും റോളുണ്ട്. ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇല്ലാത്തവന് എങ്ങനെയെങ്കിലും ഒക്കെ റിസോഴ്സസ് ഗവൺമെന്റ് എത്തിച്ച് അവന്റെയും നീഡ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു സെൻട്രൽ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണമെങ്കിൽ അവിടെ ഗവൺമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. മിക്സഡ് എക്കോണമി എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെന്റും വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയും ഉണ്ട് ഫസ്റ്റ് യൂണിറ്റ്, നമുക്കതപ്പോ അടുത്തൊരു ബ്ലോക്കിൽ, അടുത്തൊരു വീഡിയോയിൽ ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ന് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? സ്കേഴ്സിറ്റി.
അതായത് ഹ്യൂമൻ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, പക്ഷെ അത് മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ റിസോഴ്സസുകൾ ഇല്ലാത്ത അവസ്ഥയാണ് സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന പ്രോസസ് ആണ് പ്രൊഡക്ഷൻ. സെൻട്രൽ പ്രോബ്ലംസ്: വാട്ട് ടു പ്രൊഡ്യൂസ്, ഏത് ടൈപ്പ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യണം, ഹൗ ടു പ്രൊഡ്യൂസ്, ഏത് ടെക്നോളജി യൂസ് ചെയ്യണം, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. മറ്റ് ഇഷ്യൂസ്: പ്രോബ്ലം ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ കൂട്ടണം. പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ ക്യാപിറ്റൽ വേണം. ദെൻ പബ്ലിക് ഗുഡ് ആൻഡ് പ്രൈവറ്റ് ഗുഡ് എന്ന് വെച്ചാൽ എക്സ്ക്ലൂഡബിൾ ആണ്, പബ്ലിക് ഗുഡ് നോൺ എക്സ്ക്ലൂഡബിൾ ആണ്. ദെൻ മെറിറ്റ് ഗുഡ്, നമ്മൾ ആ ഒരു ഗുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് സൊസൈറ്റിക്ക് വെൽബീങ് ആണ് ഉണ്ടാകുന്നത്. ദെൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഗുഡ്സ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഡിഫറെന്റ് കോമ്പിനേഷൻ കാണിക്കുന്ന ഒരു കർവാണ്. റിസോഴ്സും ടെക്നോളജിയും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് കോൺകേവ് ആണ്. ദെൻ MRT കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ അതെന്താണ്? സ്ട്രെയിറ്റ് ലൈനും ആവാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മിക്സഡ് എക്കോണമി ആണെങ്കിൽ നമുക്ക് ഈ സെൻട്രൽ പ്രോബ്ലത്തിന് എന്ത് ചെയ്യാനും പറ്റും? സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും പറ്റും. സോ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു യൂണിറ്റിന്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.